ഓണത്തിന് സദ്യ തന്നെയാണ് പ്രധാനം. പക്ഷേ മലയാളികൾ പല സ്ഥലങ്ങളിലും പലതരത്തിലാണ് ഓണസദ്യ ഒരുക്കുന്നതും കഴിക്കുന്നതും. ശാസ്ത്രീയമായി ഈ സദ്യ കഴിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെയുണ്ട്. സദ്യ എന്നാൽ പലർക്കും ഒരു ആവേശമാണ്. എന്നാൽ ഇന്നും വാഴ ഇലയിൽ വിളമ്പുന്ന ഓണസദ്യ ക്രമത്തിൽ കഴിച്ചു തീർക്കാൻ അറിയില്ല പലർക്കും. വിളമ്പുന്ന മുറയ്ക്ക് കഴിക്കാം എന്നല്ലാതെ ഏതിനൊപ്പം എങ്ങനെ കഴിക്കണം എന്നത് മിക്കവർക്കും ഇന്ന് അറിയില്ല. സദ്യ വാരിവലിച്ച് കഴിച്ചാൽ ദോഷമാണ് ഫലം. അതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. എരിവ്, പുളി, ഉപ്പ്, മധുരം, കയ്പ്, ചവർപ്പ് എന്നീ ഷഡ്രസങ്ങളും ചേർന്നതാണ് സദ്യ. കണ്ണുകൾ കൊണ്ട് സദ്യ ആദ്യം ആസ്വദിക്കണം, ഒപ്പം മണവും. എന്നിട്ട് വേണം കഴിച്ചു തുടങ്ങാൻ. പഴമക്കാർ ഓണസദ്യ വിളമ്പുന്നതിനും കഴിക്കുന്നതിനും പ്രത്യേകം ചിട്ടവട്ടങ്ങൾ ക്രമീകരിച്ചിരുന്നു. കാരണം സ്വാദ് ക്രമീകരിക്കുന്നതിനൊപ്പം വയറിനുള്ളിലെ ദഹന പ്രക്രിയയ്ക്കും ഗുണകരമാകുന്ന തരത്തിലാണ് പഴമക്കാരുടെ സദ്യ കഴിക്കാനുള്ള നിർദ്ദേശം. സദ്യയിൽ ആദ്യം തന്നെ കഴിക്കേണ്ടത് ശർക്കര വരട്ടിയും കായ വറുത്തതുമാണ്. ശർക്കര വരട്ടിയിലെ മധുരം നാവിലെ എല്ലാ രസമുകുളങ്ങളെയും ഉണർത്തും. ആദ്യം ചോറ് ഇലയിലിട്ടാൽ നെയ്യ് ചേർത്ത് എരിവ് കുറഞ്ഞ പരിപ്പ് കറിക്കൊപ്പം എരിവ് കൂടിയ കൂട്ടുകറിയോ അവിയലോ തോരനോ വേണം കഴിക്കാൻ. നെയ്യ് അഗ്നിയെ ഉത്തേജിപ്പിക്കുന്നു. അഗ്നിയാണ് ദഹനമുണ്ടാക്കുന്നത്. പിന്നീട് ചോറും എരിവും കൂടിയ സാമ്പാറിനൊപ്പം കഴിക്കാനുള്ളതാണ് മധുരക്കറിയും തൈര് ചേർത്ത കിച്ചടികളും. ഏത് കറി കഴിച്ചാലും ഒരല്പം ഓലൻ കഴിച്ചിട്ടേ മറ്റൊരു കറി കഴിക്കാവൂ. ദഹനത്തിനൊപ്പം ഓലൻ കഴിക്കുമ്പോൾ നാവ് വൃത്തിയാകും. അതിനാൽ ഓരോ കറിയുടെയും യഥാർത്ഥ രുചി ആസ്വദിക്കാം എന്നതാണ് സത്യം. അത്യാവശ്യം നല്ല അളവിൽ വയറ്റിലെത്തിയ എരിവിന് ആശ്വാസമായി വേണം പിന്നീടെത്തുന്ന പായസം കുടിക്കാൻ. പായസത്തിന്റെ മധുരം കാരണം വായി ചൊടിക്കാതിരിക്കാനാണ് അതിനൊപ്പം നാരങ്ങ അച്ചാർ തൊട്ടുകൂട്ടേണ്ടത്. പായസം കുടിച്ചു കഴിഞ്ഞാൽ പുളിശ്ശേരിയിലേക്ക് കടക്കാം. പുളിശ്ശേരിക്കൊപ്പം വേണം മാങ്ങ അച്ചാർ കഴിക്കാൻ. ഇനി രസവും അതിനൊപ്പം ഇഞ്ചിക്കറിയും കഴിക്കണം. ഇതോടെ സദ്യയുടെ ദഹനത്തിനുള്ള വകയായി. ഏറ്റവും ഒടുവിലായി പച്ചമോരും പാവയ്ക്ക അച്ചാറും. ഇത് വായുക്ഷോഭം ശമിപ്പിക്കും. ഇങ്ങനെ കൃത്യമായ വ്യവസ്ഥ പ്രകാരമാണ് സദ്യ കഴിക്കേണ്ടത്. അല്ലാത്തപക്ഷം ആരോഗ്യത്തെ തന്നെ സദ്യ ദോഷകരമായി ബാധിച്ചേക്കാം. ഇത്തവണയെങ്കിലും ഓർത്തോണം കഴിച്ചോണം ഈ രീതിയിലൊരു ഓണസദ്യ. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.